സൈൻലാബ്ദീൻ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നു. തുറക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. കൺട്രോൾ റൂമിലെ നമ്പർ 112-ൽ വിളിച്ചറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്? ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കുകയും ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അത് പൊതുജനങ്ങളിലേക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ തീരദേശ മേഖല, ആ തീരദേശ മേഖലയിൽ എവിടെ വേണമെങ്കിലും ഇത് എത്തിച്ചേരാം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എല്ലായിടത്തും പോലീസ് സംവിധാനവും അതുപോലെ തന്നെ തീരദേശ പോലീസിന്റെയും എല്ലായിടത്തും അവരെ സജ്ജീകരിക്കാൻ വേണ്ടി കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇത്രയും തീരമേഖല ഉള്ളിടത്ത് എല്ലായിടത്തും അവരുടെ കണ്ണെത്തിപ്പെടണം എന്നില്ല. ഒരുപക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ ഉള്ള സ്ഥലത്തേക്കായിരിക്കും ഇത് എത്തിച്ചേരുക. കുട്ടികളടക്കം വൈകുന്നേരം, ഇപ്പോൾ മഴയില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കുട്ടികളടക്കം വൈകുന്നേരം ബീച്ചിലേക്കൊക്കെ അവധിയായതുകൊണ്ട് തന്നെ ബീച്ചിലേക്കൊക്കെ വരുന്ന സമയമാണെങ്കിൽ അതിൽ തൊട്ട് നോക്കിയാൽ അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ടാണ് അതിനകത്ത് തുടരുത് എന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പ്രധാനമായിട്ടും നൽകുന്നത്. അതിൽ 25 ജീവനക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 25 ജീവനക്കാരിൽ 9 പേർ ലൈഫ് ജാക്കറ്റ് ഇട്ട് രക്ഷപ്പെട്ടു എന്ന് ഔദ്യോഗികമായി തന്നെ ഈ നേവിയും കോസ്റ്റ് ഗാർഡ് സംവിധാനവും അറിയിക്കുന്നുണ്ട്. ബാക്കി 15 പേരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് ചരിഞ്ഞു കിടക്കുകയാണ്. അതിന് പൂർണ്ണമായ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ നിവർത്തിയെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് അത് നേവിക്കും മറ്റും ഉണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവരെ ഈ ജീവനക്കാരെ തിരിച്ച് കരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ബോട്ടുകളോ മറ്റ് സംവിധാനങ്ങളോ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോഴും അറിയാൻ കഴിയുന്നുണ്ട്. കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ നേവി സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. സംസ്ഥാന സർക്കാർ അത് ഔദ്യോഗികമായിട്ട് അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞാൽ മാത്രമേ ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ് ഇതിന്റെ പ്രത്യാഘാതം. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ കെമിക്കലിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് പോയി നമ്മൾ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ അത് തൊടുകയോ അതിന്റെ അടുത്തേക്ക് പോവുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മാധ്യമങ്ങളിലൂടെ നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. നേവിയുടെ ഒരു ഡോർണിയർ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നേവിയുടെ ഒരു കപ്പലും അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തീരദേശ മേഖലയിലുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടത്തേക്ക് തിരിക്കുകയും അത് വേഗത്തിൽ തന്നെ അതിന് ആൾക്കാരെ രക്ഷപ്പെടുത്താനും ആ കപ്പല് നിവർത്തിയെടുക്കാനും വേണ്ടിയുള്ള ഇടപെടലുകളിലേക്ക് പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:25 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായിട്ട് ഉടനെ തന്നെ അവർ അറിയിപ്പ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ MSC കപ്പൽ ഉടമകൾ അധികൃതർ ഇന്ത്യൻ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് കോസ്റ്റ് ഗാർഡിലേക്ക് അത് എത്തിച്ചേരുന്നത്. കോസ്റ്റ് ഗാർഡ് പിന്നീട് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് ഒരു ഇൻഫർമേഷൻ കൈമാറുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നതെന്നാണ് നമുക്ക് ഈ അറിയിപ്പ് വഴി ലഭ്യമാകുന്ന വിവരം. അത് ലൈബീരിയയിൽ നിന്നുള്ള ഫ്ലാഗുള്ള കപ്പലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കൊച്ചിയിലേക്ക് പോവുക, വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന കപ്പലായിരുന്നു. എന്തായാലും ഇതിന്റെ ഇത് ഒഴുകി വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് തെക്കൻ കേരളത്തിലേക്കോ മധ്യ കേരളത്തിലേക്കോ അല്ല എത്തിച്ചേരാൻ സാധ്യത കൂടുതൽ വടക്കൻ കേരളത്തിലേക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്.